ഇതെന്താ ഇത് അത് വെറും ഒരു ആനിമേഷൻ ആയിരുന്നു നമ്മൾ ജനിച്ചപ്പോ ഉള്ളത്. അത് തിരികെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഒരു ഗുഹയാന്ന് തോന്നണു, എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഇതിന് പുറത്തടക്കാൻ പറ്റുമോ നോക്കാം. എഫ് ഒക്കെ നിക്കിയത് വാതിലൊക്കെ തുറന്ന്. അതിന്റെ ആനിമേഷനൊക്കെ കൊള്ളാട്ടോ. എനിക്ക് ചെറിയ ലാഗ് ഉണ്ടോന്ന് ഡൗട്ട് ഇല്ലാണ്ടില്ല. അത് എന്റെ സിസ്റ്റത്തിന്റെ ആണ്. നിങ്ങള് നിങ്ങൾ ഹൈ സെറ്റിങ്സിലൊക്കെ ഇട്ട് കളിക്കണം. ഞാൻ ലോയിലിട്ടിട്ടും എനിക്ക് റെക്കോർഡ് ചെയ്തിട്ടും നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഓക്കെ, അത് മൈൻഡ് ചെയ്യണ്ട, വിഷയമില്ലാന്ന് വിചാരിക്കണം. ലാഗ് ഉണ്ടെങ്കിൽ വീഡിയോ ഇടില്ല, അത്രേ ഉള്ളൂ. വിഷയമില്ലാന്ന് വിചാരിക്കണം. അത് എന്തോ OBSന്റെ ആണോ എന്റെ ഗെയിമിന്റെ ആണോ എന്റെ ലാപ്പിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇവിടെ കുറെ മരങ്ങളൊക്കെ ഉണ്ട്, കൊള്ളാം. ഇവിടെ മരമൊക്കെ താഴെ വീണ് കിടക്കണ്. പിന്നെ ഇവിടെ ഒരു കേവ് ഉണ്ട്. ഒരു മൈൻക്രാഫ്റ്റ് പോലെ തന്നെ, ചെറിയ ചെറിയ കേവും ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. ഇതെന്താ ഫോഗ് എഫക്റ്റാ? കൊള്ളാലോ. കല്ലൊക്കെ താഴെ കിടക്കണ്ട്. നമുക്ക് എന്തായാലും ആദ്യം തന്നെ കുറച്ച് മരം മുറിക്കാം. ഒരു നല്ല മരം എവിടെ നിന്ന് മുറിക്കും? ഇതിപ്പോ എവിടെ നിന്ന് മുറിക്കുക? ഇവിടെ നിന്ന് ഇത് ഈ മരം മുറിക്കാം. ഗൈസ്. ഇതെങ്ങനെ ഇടിക്കാം? കൈക്കിടി. ഇത് കൊള്ളാണ്ട് ഇതിന്റെ ആനിമേഷൻ. ഇത് കൊള്ളാം. ഇത് ബാക്ക് വ്യൂ എല്ലാം കിട്ടാ, നൈസായിട്ടുണ്ട്. ഇതിങ്ങനെ എല്ലാം കൂടി വീഴുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ട്രെയിലറിലും പിന്നെ കുറച്ച് വീഡിയോസ് കണ്ടാണ്ട്. തന്നെ ഇത് കൊള്ളാം ഗൈസ്. കുറച്ച് എളുപ്പപ്പണിയായി. മൈൻക്രാഫ്റ്റില് ഇതൊക്കെയാണ് നമ്മൾ മോഡ് ഇടണം. ഇതില് നോർമലായിട്ട് ഗെയിമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായി ഗൈസ്. ഇത് അതിന്റെ അടിയിൽ വേറൊരു മരം നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ മഷ്റൂംസ് ഒക്കെ ഉണ്ട്. ഇതെന്തിനാണോ അത് അവിടെ ഇരുന്നോ. വെറുതെ ഇൻവെന്ററിയില്ല സ്പേസ് കളയാനായിട്ട്. അപ്പൊ നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്തായാലും ഇനി ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഇതെന്താ ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് അല്ല എനിക്ക് വേണ്ട. എനിക്ക് പിക്കാക്സിന് ഇനി അതൊന്നും സാധനം സ്റ്റോൺ. അല്ലെ സ്റ്റോൺ എടുക്കാൻ പറ്റും നമുക്ക്. സ്റ്റോൺ കൈ വെച്ച് ഇടിച്ച് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇത് കൊള്ളാലോ. ഇത് എന്നാ നമ്മൾ കുറച്ച് നേരം എന്നിട്ട് സ്റ്റോൺ അങ്ങ് ഓർക്കാം. ഇത് സ്റ്റോൺ ആണോ കോബിൾ സ്റ്റോൺ ആണോ? കോബിൾ സ്റ്റോൺ തന്നെയാണ് തോന്നുന്നത്. ഇതെന്തായാലും മുറിച്ചെടുക്കട്ടെ ഗൈസ്. ഇത് കൊള്ളാട്ടോ, കൈയൊക്കെ വെച്ച് ഇടിച്ചെടുക്കാൻ പറ്റും. വിള്ളലൊക്കെ വരേണ്ട നല്ല രസമുണ്ട്. മുറിക്കുമ്പോഴായാലും ചെറിയൊരു കുലക്കൊക്കെ നല്ല രസമുണ്ട്. ഓക്കെ, 2 എണ്ണമായി. 3 വേണം. ഇതിലപ്പോഴും കണക്ക് റെഡി ആയിട്ടില്ലല്ലോ. ഇനി സ്റ്റോൺ അല്ല വേണ്ട, കോബിൾ സ്റ്റോൺ അല്ല വേണ്ട. മഴ പെയ്യും. മഴയൊക്കെ കൊള്ളാട്ടോ. ഈ മരമൊക്കെ മുറിച്ചെടുത്തേക്കാം. പക്ഷെ താഴെ പറക്കിയെടുക്കുക. പിന്നെ കുറെ ചെറി എല്ലാം ഇരിക്കട്ടെ. അയ്യോ, ബാക്കിൽ ഒരു സ്പൈഡർ ഓടി വരണ്ട്. നമുക്കൊന്നും അറിയാത്ത പോലെ ഓടി വന്നു. ഓടട്ടെ ഗൈസ്. മഴ ഇവിടെ ഒന്ന് മാറി. എന്താ മറ്റേ സവാന ഭയം പോലത്തെ എന്തെങ്കിലും ഭയം ഇവിടെ മഴ പെയ്യില്ല? എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും എന്തോ ആ സാധനം വേണം. റുബേൽ എന്താ ഒരു കല്ലല്ലാണ്ട് വേറെ സാധനം. എനിക്ക് തോന്നുന്നു ആ തറയിൽ കിടന്ന സാധനമാണ്. അതിന് തിരിച്ചോടാൻ വയ്യ ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. എന്താ മാർബിളോ? നമ്മൾ പുതിയൊരു ബയോം എത്തി. ഇതില് ബയോമൊക്കെ പുതിയതെത്തും ഇങ്ങനെ എഴുതി കാണിക്കല്ലേ. അതെ, ഇത് തന്നെയാ തോന്നുന്നു ഗൈസ്. എനിക്കറിയില്ല, ഇതായിരിക്കും. തന്നെ. ഓക്കെ, ഇത് കുറച്ചധികം എടുത്തേക്കാം. ഇതാണ്. ഇനി നമുക്ക് ഫൈബർ അങ്ങനെ എന്തോ ആണ്. ഇത് പുല്ല് മുറിച്ചാൽ കിട്ടൂലേ? മുറിച്ചാൽ കിട്ടില്ല. പിന്നെ അതെങ്ങനെ കിട്ടുക? എല്ലാം മുറിക്കണം. അത് ഇതോ മുറിച്ചാൽ കിട്ടും. ഇത് കിട്ടും. ഓക്കെ, അതെ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. സെറ്റ് ഗൈസ്. ഒരു പിക്കാക്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലും മണ്ണൊക്കെ മുറിക്കാം. ഇതെന്തത് മരം നോക്കി ഗൈസ്. ഇതൊക്കെ മുറിക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. അതവിടെ ഇരുന്നോട്ടെ. വീണ്ടും മഴ പെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഇതെന്തോ സവാന ഭയം അങ്ങനെ എന്തെങ്കിലും. അല്ലാണ്ട് ഇപ്പൊ തന്നെ മഴ തീർന്നിട്ട് കണ്ടോ വീണ്ടും മഴ പോയി. ഇതെന്തോ ബയോമിന്റെ എന്തോ ഇഷ്യൂ ഉണ്ട്. കൊള്ളാം. ഇത് കേവിന്റെ അകത്ത് പോവാം. ടോർച്ച് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇനി മറ്റേ ഫാബ്രിക് പക്ഷെ ഫൈബർ എന്തോ വേണം. ഫൈബർ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട് കുറച്ച്. ഓക്കെ, ഇനി ടോർച്ച് ഉണ്ടാക്കാം. ഇത് ഇനി ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കാൻ പറ്റൂലോ. എടുത്തിട്ട് ഇവിടെ വയ്ക്കാം. ഓക്കെ, സെറ്റ്. ഇത് കൊള്ളാട്ടത്. നമുക്ക് ഓരോന്ന് പഴിച്ചു വന്നല്ലോ. ഏതാ രസം.
ഇത് ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലോ സെറ്റിങ്സിൽ കളിക്കണേ, അതിന്റെയാണ്. കിണ്ണങ്കാശി ഗെയിമൊക്കെയാണ്. നിങ്ങളെല്ലാരും വാങ്ങി കളിച്ചോ. ഇത് എലി കടിക്കണ് ഇവിടെ, വന്ന എലി തന്നെ. ഇതൊക്കെ എവിടെ നിന്ന് വന്ന് ഇവിടെ? ഞാൻ ഇവിടെ മണ്ടയ്ക്കാന്നങ്ങനെ വല്ല കല്ലെടുത്തിട്ട് ഓടണം. അങ്ങോട്ട് പോണ്ട കേസ്, ഒരു കള്ളന്മാരെ അവിടെ ഞാൻ പോയിട്ടൊന്നും കണ്ടില്ലല്ലോ. പിന്നെ പോണം അതേലാവട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഈ കല്ലൊക്കെ കുറച്ച് പറക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലെന്താണോ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തെങ്കിലും ഉണ്ടാണോ? ആ ക്രാഫ്റ്റിംഗ് ബെഞ്ച് എന്തോ ഉണ്ട്, അത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ട് ബാക്കി എന്താന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരു ചെറിയൊരു സെറ്റപ്പ് ആവാം. പറ്റുകയാണെങ്കിൽ ഒരു ബെഡും കൂടി ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ഒരു നല്ല വീടും കൂടി വെക്കണം. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വയ്ക്കാം. ഈ എപ്പിസോഡിൽ നടക്കുമെന്ന് തോന്നണില്ല. ഇപ്പൊ തന്നെ ഫസ്റ്റ് എപ്പിസോഡല്ലേ, നമ്മളെല്ലാം പഠിച്ചു വന്ന് ഗെയിം ലോഞ്ച് ആയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. എല്ലാം പഠിക്കട്ടെ, എല്ലാം പഠിച്ചതിൻ്റെ നമുക്ക് പതുക്കെ വീട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് മണ്ടയ്ക്കിരിക്കാം, കുറച്ചായി. നമുക്കിത് ലെഫ്റ്റ് ഹാൻഡിൽ മാറ്റാം. എന്താ പോക്കെയൊക്കെ പോകണം സ്ക്രീനിൽ നിന്ന്. കൊള്ളാട്ടത് മറ്റേ മൈൻക്രാഫ്റ്റ് മറ്റേ ടൈഗർ ബയോമില്ലേ, അതിന്റെ ചെറിയൊരു എവിടെയെങ്കിലും കമ്പയർ ചെയ്യണതല്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. ഇത് കൊള്ളാലോ, വെള്ളത്തിൽ കൂടെ ഒക്കെ നീന്തണം. വെള്ളം നൈസായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. എന്റെ ക്യാരക്ടർ ഞാൻ കുറെ നേരം ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ഇവിടെ പാമ്പ്, ഇവിടെ പാമ്പ്, ഇതൊക്കെ എവിടുന്ന് പാമ്പാ? ഇത് ശരിയല്ല. ഹൈ പിക്സലാണ് ഇത് ഇറക്കിയെന്ന് പറഞ്ഞപ്പോഴേ. മെട്രോ മൈൻക്രാഫ്റ്റിന്റെ ചെറിയ ടച്ച് ഉണ്ടോ എന്ന് തോന്നുന്നു. എവിടാ പാമ്പ്? അന്ന പാമ്പ് എന്താ ഇവിടെ നിന്നൊക്കെയോ വിഷം ചീറ്റുണ്ട്. നമുക്കൊന്ന് പോവാൻ കൈസ്. വീണ്ടും മഴ വന്ന്. ഇതൊരേ ബയോമി ചെല്ലുമ്പോ മഴ എങ്ങനെ ബ്ലോക്കിലൊക്കെ ചാടിക്കയറാലേ, അത് കൊള്ളാം. ഓക്കെ, ഇവിടെ വീണ്ടും വന്നപ്പോ മഴ മാറി. ഇതെന്ത് കഷ്ട കൈസ്. ഇതെന്താ വിച്ചിന്റെ അവസ്ഥ? എന്താ അവസ്ഥ? എല്ലാരും കടിക്കോ? വാതില് തുറന്ന് എന്താ WIP ഇതെന്താ സാധനം? ഇത് മറ്റേ ഈ റോഡ് പണിക്കൊക്കെ റോട്ടി വെക്കണതല്ലേ? എനിക്കറിയില്ല കേട്ടാ. പൊട്ടിച്ചെടുത്തൊന്നും സംഭവിച്ചില്ല. ഇതെന്താ വെള്ളം? ഓ, വെള്ളം ഇല്ല. എന്തോ സാധനം ലൈറ്റ് കിട്ടണം, അത് ഞാൻ പൊളിച്ചെടുത്ത്. ഇതും പൊളിച്ചെടുക്കുക. സെറ്റ്. അയ്യോ, ട്രാപ്പ് അല്ലല്ലേ, സോറി, ഞാൻ കണ്ണാണെന്ന് പേടിച്ചു. ഓക്കെ, നമുക്ക് ആ ടോർച്ച് പിടിച്ചിട്ടൊന്ന് ചെല്ലാം. ഇതിന്റെ അകത്ത് ഒന്നുമില്ല. എന്താ വെറുതെ ആളെ പറ്റിക്കാനായിട്ട് ആ ബ്ലോക്ക് അങ്ങ് തിരിച്ചു വെച്ചേക്കാം. ഇങ്ങോട്ട് തിരിച്ചു വെച്ചേക്കാം. ഓക്കെ, നമുക്കത് ആവശ്യമില്ല. ഈ ഡോറ് വേണമെങ്കിൽ നമുക്ക് പൊളിച്ചെടുക്കായിരുന്നു. അത് കൊള്ളാം. അത് ഇവിടെ പൊളിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഞാൻ വെറുതെ നോക്കിയതാട്ടോ. വേറെ എന്തെങ്കിലും അടിച്ചു മാറ്റാണ്ടാ? ഇല്ല. എന്താ? ഓ, ഇതേ പുറത്ത് ലൈറ്റ് ഉണ്ട്, മച്ച ലൈറ്റ്. അതും കൂടെ എടുത്തേക്കാം. വീടാണെങ്കിൽ യൂസ് ആവും. കൊള്ളാത്ത കേസ്. എല്ലാം പറക്കിയെടുക്കാം. ഇത് എടുക്കാം, ഇത് എടുത്തേക്കാം, ഇത് എടുക്കാം. നമ്മളെല്ലാം പറക്കിയെടുക്കണം. ഈ കല്ലും ഉണ്ട് കേട്ടോ. ഈ കല്ല് ഇരിക്കട്ടെ. ഇവിടെ ഉണ്ട് ലൈറ്റ്. എന്തോരം ലൈറ്റ് അത്. ഇത് കൊള്ളാട്ടത്. പണിയെടുക്കേണ്ട ആവശ്യമില്ല. പുറത്ത് ഇങ്ങനെ സാധനങ്ങൾ കിട്ടും, എക്സ്പ്ലോർ ചെയ്യും. ഉണ്ടാവും തോന്നി സിമെട്രി ആയിട്ട് വെച്ചാണ്ടാവും. ഓക്കെ, ഇനി എല്ലാം അടിച്ചു മാറ്റി ഇനി നമുക്ക് വേറെ കാര്യങ്ങൾ അന്വേഷിച്ച് പോവാം. വേറെ മൃഗങ്ങളെ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടില്ല. ഇതിൽ കരടി മൊയിലുണ്ടെന്നൊക്കെ കേട്ട്. എന്താ മൈൻ ഷാഫ്റ്റ്? ഇവിടെ അവിടെ ഒരു ഇതുണ്ട്, സ്കെൽട്ടൺ ഉണ്ട്. ഒരു സോഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം സോഡ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു ഫൈറ്റ് ഒക്കെ കാണാം. ഫൈറ്റ് വേണോ? എൻ്റെ ഹെൽത്ത് കുറച്ച് കുറവാ, എന്നാലും നമുക്ക് നോക്കാം കഴിച്ച്. ഈ കല്ലങ്ങ് മറിച്ചിട്ട് ഇവിടെ ലാഡർ ഉണ്ട്, ഈ വഴി ഇറങ്ങാം. എടേ, എന്നെ അടിക്കരുത്. ഇന്നെ ഞാൻ കൊല്ലും. കൊള്ളാട്ടെ. ഇതിൽ ഷീൽഡൊക്കെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇത് കണ്ടിരുന്നു. ഒക്കെ പൊട്ടിപ്പോ. ഇതും പൊട്ടിപ്പോ. ഇതൊന്നും വേണ്ട. ഇത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ മോശമായി പോയിട്ടോ. കുറച്ചുണ്ടായുള്ളൂ ഗൈസ്.
ഫുഡ് കഴിക്കണ ആനിമേഷനൊക്കെ നോക്ക്, നല്ല രസം ഇട്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതെന്താ ഇവിടെ കല്ല് മൈനിങ്ങില്, ഇവിടെ ഒന്നുമില്ല കേസ് പ്രത്യേകിച്ച്, നമുക്ക് പോവാം. ഇത് പറിച്ചെടുത്തിട്ട് അയ്യോ, പിന്നെ ഞാൻ എങ്ങനെ കയറിപ്പോവും, എന്ത് പൊട്ടറാണുള്ള ഞാൻ. ഓക്കെ, ഇനി നമുക്ക് മണ്ടക്കയിലേക്ക് കയറാം. ഇനി നമുക്ക് എന്താ ചെയ്യാ ഇവിടെ, നമുക്ക് നമ്മുടെ ബേസിന്റെ വഴി ഞാൻ മറന്നു കിട്ടും. നമുക്ക് എങ്ങനെയൊക്കെ നടന്ന് കിട്ടാം. ആദ്യം നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ്. അല്ല, ബേസിലേക്ക് പോയതിൽ മാപ്പ് എന്തോ ഉണ്ട്, അതെ അമ്മയ്ക്ക് മാപ്പ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതിൽ ഇങ്ങനെ നോക്കുമ്പോ ബോസ് ഫൈറ്റാ, എന്തെങ്കിലും ഫൈറ്റിംഗ് ഏരിയ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോണില്ല. ഇപ്പതേ നമ്മുടെ ബേസിലേക്ക് നമുക്ക് പോവാം. ഇവിടെ സ്പോൺ ഉണ്ട്. നമ്മൾ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എന്തോ വീടുണ്ട്. ഇവിടെ കുറെ മരമുണ്ട്. നമുക്ക് ആ മരം വെട്ടിയിട്ട് പോവാം. കുറച്ചധികം മരം ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. ഇപ്പൊ മരം ഗ്രൈൻഡ് ചെയ്ത് വെച്ചാ നൈസായിരിക്കും. ഈ കോഴിക്കുട്ടി എടാ ചാവണ നീ, അല്ലേ വേണ്ട, അതവിടെ ഒന്നോട്ടെ ഗൈസ്. നമുക്ക് ഇനി ഇതില് കോഴിയൊന്നും ഇനി സ്പോണാവില്ല എന്ന് പറയുകയാണെങ്കിൽ പണി മാറി. ഒരു ഷീപ്പിനെ ഇട്ടാണെങ്കിൽ ഞാൻ എന്തായാലും കൊല്ലും. എനിക്ക് എന്തായാലും മറ്റേ ബെഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഷീപ്പിനെ കൊന്ന. എനിക്കറിയില്ല, അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഈ സ്കെൽട്ടൺ രാവിലെ ഒന്നും വിഷയമില്ലേ, എന്താ അത്, ഞാൻ കുത്തിക്കോലോടാ. പക്ഷേ ബാക്കി കൂടെ വരട്ടെന്ന് തോന്നുന്നു. ഇല്ല, ചത്തുപോയാ, ഒരടിക്ക് ചത്തുപോയാ അവൻ. ഓക്കെ, പിന്നെ ഇത് ഈ എനർജിയാണ് എനിക്ക് ചെറിയ എന്തോ ആയിട്ട് തോന്നി. നമ്മൾ പെട്ടെന്ന് ഓടി കഴിയുമ്പോഴേക്കും പിന്നെ ഈ സോഡൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് പോകും. അത് നമുക്ക് ഇങ്ങനെ പോകെ പോകെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കള്ള ഷീപ്പ്, നീ എന്നെ കണ്ട് ഓടണ നീ. എനിക്ക് ബെഡ് ഉണ്ടാക്കണം. ബെഡ് മുഖ്യം ബിഗില്. ഓള് കെട്ടി. ഓക്കെ, ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, നമുക്ക് എന്തായാലും ട്രൈ ചെയ്യും. ഇതൊരു കുട്ടി ഷീപ്പ്, അതിനെ കൊന്നിട്ടൊന്നും കിട്ടില്ല, വേണ്ട. അത് വലുതായിട്ട് കൊല്ലാന്നൊക്കെ. ഒരു ബേസ് കൈസ്. ഇത് മറ്റേ ആംഗ്രി ബേർഡിലെ മറ്റേ ഒരാളില്ലേ, പിന്നെ മറ്റേ റോബ്ലോക്സിൽ ഇതിന്റെ എന്തോ ഒരു ബ്രെയിൻ റോട്ട് കൂടി ഉണ്ടല്ലോ, അതിന്റെ ഒരാളെ പോലെ ഉണ്ട്. എന്താ ഇത്, മറ്റേ ആംഗ്രി ബേർഡിൽ മറ്റൊരു സംഭവം ഉണ്ടായില്ലേ, ഒരു പച്ചക്കളറ്, അത് മറ്റേ ജിമ്മി പോയിട്ട് വന്ന പോലെ ഉണ്ട്. ഒരു പട്ടി കൊണ്ടിട്ട് ഒരു ചെന്നായിണ്ട് കറുത്തത്. എവിടെ എന്താ ഇത്, അവിടെ ചെന്ന് ലൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് പറ്റില്ല കേട്ടോ. ഒന്ന് പോയി നോക്കണോ വെറുതെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാലോ. അല്ലെങ്കിൽ എന്താന്ന് ട്രൈ ചെയ്തിട്ട് വരാം. സ്ഥലം കണ്ടില്ലെങ്കിൽ പോണോ. പട്ടി തീ പിടിച്ചു, ഓട്ടം പട്ടി. നമുക്ക് ഇവര് കാണാണ്ട് പതുക്കെ ഇങ്ങനെ ബാക്കിൽ കൂടെ എങ്ങനെ മൈൻഡ് ചെയ്ത് കേറാൻ പറ്റും. ക്യാരക്ടർ, ഓ ട്രാപ്പ്, ഇവിടെ ബുദ്ധിമാന്മാരെ ട്രാപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചാണ് നമ്മള് ബാക്കിൽ കൂടെ കയറുന്ന പറഞ്ഞിട്ട്. എടാ ബുദ്ധിമാനെ, നമുക്ക് ആരും കാണാണ്ട് ഇവിടെ നിന്ന് പൊളിച്ച് കേറാൻ എടേ കണ്ട് ഓടിക്കോ. ആ പട്ടി പിന്നാലെ വരണ്ട് തോന്നിയോ, വരണ്ട് ഓടി. എനർജി കഴിഞ്ഞ് തേങ്ങ. അതവിടെ പോയി, അത് പോയി. അതിന്റെ ഒരു ചിറ്റില് വരുള്ളൂ കേട്ടോ. അതിന്റെ കുറച്ച് ഏരിയയില്ലേ. ഓ, അങ്ങനെയാണെങ്കിൽ കുറച്ച് അമ്പുമില്ലൊക്കെ ആയിട്ട് വരാം. അമ്പുമില്ലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതെന്തൊരു മെയ്സാ, ഇവിടെ അവന്റെ കയ്യില് മെയ്സ് അല്ലത്. നീയൊക്കെ ശരിയല്ല, ആ മെയ്സ് എനിക്ക് തന്നിട്ട് പോടാ. കള്ള പട്ടി ചത്ത്. ഓ ദേ പോത്ത്, പോത്തേ ഇതില് കുത്തി ഞാൻ ചത്തുവോ. അവനെ ചവിട്ടണ്, നീ എന്താ കുതിരയാ, നീ കുതിരക്ക് പഠിക്കണ, നീ ചത്തുവോ. അടിക്കണ ആനിമേഷനൊക്കെ കൊള്ളാട്ടെ കഴിച്ച്, ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതെന്താ വീറ്റാണ്. ഓക്കെ, വെയിറ്റ് ഇതൊന്നും കിട്ടാത്ത. ഓക്കെ, എഫ് വയ്ക്കാനായിട്ട് കിട്ടുള്ളൂ. ഇതും എഫ് വയ്ക്കാൻ കിട്ടും. കളക്ട് ചെയ്ത് വയ്ക്കാൻ കുറച്ച് ഫുഡിനൊക്കെ ആവശ്യം വരാണെങ്കിൽ കഴിക്കാനും. ഇത് വീണ്ടും ഒരു ഷീപ്പ് ചത്തുപോകും.
വൂള് ഉണ്ടാക്കാം, പക്ഷെ വൂള് വേണം, എന്നാലേ ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലില്ലായിരുന്നു. ഇതില് ഫുഡൊന്നും കഴിക്കണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് ഫുഡിന്റെ വേറൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഹെൽത്ത് കുറഞ്ഞാൽ മാത്രം ഫുഡ് കഴിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നൈസായിരിക്കും. ഫുഡിന്റെ ഒരു ഭാരം ഞാൻ ഇതുവരെ കണ്ടില്ല. എനർജിയുടെ മാത്രമേ ഉള്ളൂ. എനർജി എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഓടിയിട്ട് ഇങ്ങനെ അതാണ്, അല്ലാണ്ട് ഫുഡിന്റെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. അതെല്ലാം നന്നായി. ചല്ലയിലേ ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല. കൊറേ ബെറീസ് ഇവിടെ കരടി. ഇതൊക്കെ എവിടെ നിന്ന് കേറി വരണേ? ഇതിന്റെ ഗെയിം സൗണ്ട് ഒരു രക്ഷയില്ലാട്ടാ. അതിലൊരു മ്യൂസിക് കൂടി ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഞാൻ അത് ഓഫ് ചെയ്തിട്ടേക്കാം. അതിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. നൈസാണ്, കൊള്ളാം. വേറെ എന്താ ചെയ്യാ ഗൈസ്? നമുക്ക് നമ്മുടെ സ്പോണിലേക്ക് പോവാം. അങ്ങോട്ടും ആണെന്ന് തോന്നുന്നു. സ്പോൺ എവിടെയായിരുന്നു? അതെന്താ കപ്പല്? ഇവിടെ എന്തൊക്കെയുണ്ട്. പിന്നെ നോക്കാം. സ്പോൺ എവിടെയായിരുന്നു? ഐ തിങ്ക് ഈ ബോസ് ഫൈറ്റിന്റെ ഇങ്ങോട്ടായിരുന്നു എന്റെ സ്പോൺ. അത് ഞാൻ ഇങ്ങോട്ട് കുറച്ച് ദൂരം വന്നപ്പോ സ്പോൺ ഇങ്ങനെ മറ്റേ ഇതിന്ന് പോയി തോന്നുന്നു. അയ്യോ, മാപ്പിൽ നിന്ന് മാഞ്ഞു പോയി എന്റെ സ്പോൺ. ഞാൻ എന്നാ പോയിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ ഗൈസ്. വീട്ടിലല്ല ഞാൻ എത്തിയത്, പക്ഷെ വീട് പോലെ ഇരിക്കണ വേറെ ആരുടെ വീട്ടില് ഞാൻ എത്തി. ഇതെന്താ ഇത്? ഒരു മറ്റേ നേരത്തെ പറഞ്ഞ മറ്റേ ആംഗ്രി ബേർഡിൽ ഒരുത്തൻ കേറി വരുന്നുണ്ട്. ജിമ്മൻ കൊച്ചു കുട്ടിച്ചാത്തൻ എന്താ ചെയ്യണ്ടേ? ആൾക്കെന്റെ കുഞ്ഞെന്ന് തോന്നുന്നു. പച്ച കളറുമായിട്ട് വന്നേക്കാം. അത് ഞാൻ തീർക്കും കഴിച്ചു. ഇവിടെ ഞാൻ മതി, ഒരേ ഒരു രാജാവ്, അത് ഞാനായിരിക്കണം. അവനെ കാണാനില്ലല്ലോ. അതിന് മണ്ടക്കുണ്ട്. കൊച്ചുകുരിപ്പ്, നീ എന്താ നീ വായല് എന്നെ പോലെ ഞാൻ അത് വേറെ ഞാൻ വായല് മറ്റേ ഏലയാണ് കടിച്ചുപിടിച്ചാണ്. അവൻ വേറെന്തോ. എന്താ നീ കളിക്കണോ? നിന്നെ ഞാൻ നിന്റെ ട്രാപ്പിലാണ് ഞാൻ നിന്നെ തള്ളിയിടുന്നു. ഇല്ല വെറുതെ പറഞ്ഞ ചത്തുപോയി. അവന്റെ എന്തോ ടൂൾ അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് പോയി എടുത്തിട്ട് തരാം. പിക്കാക്സ് മുറിച്ച പെട്ടെന്ന് വരും. ഇതൊക്കെ നമുക്ക് പൊളിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇത് കൊള്ളാം. പിന്നെ അവന്റെ എന്തോ ഒരു ടൂളും കിട്ടിയിട്ടുണ്ട്. അത് ഇരിക്കട്ടെ, എല്ലാം ഇരിക്കട്ടെ. ടർട്ട് വെച്ച് കയറിപ്പോ. ഓക്കെ, ഇനി നമുക്ക് മണ്ടക്കിൽ കയറാം. ഇനി നമുക്ക് ഇത് നമ്മുടെ ബേസ്. ഇത് പക്ഷെ ബേസ് ആക്കണേക്കാളും നല്ലത് നമുക്ക് സ്പോണിന്റെ അവിടെ എന്തെങ്കിലും ഒരു വീട് കെട്ടണമെന്നാണ്. എന്നിട്ട് നമ്മുടെ സ്പോണൊക്കെ ഒന്ന് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റ് ഒക്കെ വെച്ച് 2 നിലയൊക്കെ ആക്കി, അതാണ് കുറച്ചുകൂടി നല്ലത്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി കൊണ്ടുപോകാൻ കഴിയും. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ഞാൻ ചത്തിട്ട് സ്പോണാവും. ഇത് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. ഹലോ ഗൈസ്, ഹൈറ്റലിന്റെ എപ്പിസോഡ് നമ്പർ 1 എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തീരാറാവുമ്പോഴാണ് നിങ്ങള് വലിക്കൊക്കെ പറയണം. ശരി, ഓക്കെ. അത് ക്രാഫ്റ്റിംഗ് ബെഞ്ച് ആണല്ലോ ഇത്. ക്രാഫ്റ്റിംഗ് ബെഞ്ച് എന്തായാലും നമുക്ക് കിട്ടി. ഇത് കൊള്ളാം. ഇതൊരു ചെയറും ഉണ്ട്. ഇത് കൊടുത്തേക്കാം. എല്ലാം ഇരിക്കട്ടെ ഗൈസ്. എല്ലാം നമുക്ക് ആവശ്യം വരും. ഇതെന്താ തലോട്ടി? തലോട്ടി എന്തൊക്കെ കാണാൻ. തലോട്ടിയൊക്കെ കയ്യിലിരിക്കട്ടെ കൈസ്, ആവശ്യം. ആപ്പിള് കിട്ടി. ഇതെന്തൊരു ബെഞ്ച് ഇരിക്കാൻ പറ്റണതാന്ന് തോന്നുന്നു. ഇതും ഇരിക്കട്ടെ, എല്ലാം ഇരിക്കട്ടെ. എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് സുരക്ഷിതമായി നമ്മുടെ പൈസ വയ്ക്കാം. ഓക്കെ, അതെടുത്ത് ലൈറ്റ് കൊടുത്തു, ഇത് കൊടുത്തേക്കാം. എല്ലാം എടുക്കാം. എല്ലാം നമുക്ക് ആവശ്യം വരും. കുറെ നേരം മൈൻഡ് ചെയ്യണം. നമുക്ക് വല്ല ഡയമണ്ട് പിക്കാക്സ് പെട്ടെന്ന് തന്നെ ആവണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറ്റുകയാണെങ്കിൽ കുറച്ച് മൈനിങ്ങിനും കൂടി പോവാം. ഇപ്പൊ ഈ എപ്പിസോഡിൽ നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പോകേണ്ടി വരും. ബോൺ ബ്ലോക്ക് ഇരിക്കട്ടെ.
എല്ലാം അങ്ങ് ഊറ്റിയെടുക്കാന്ന്. ഈ വേസ്റ്റ് തന്നെ നമുക്ക് അങ്ങ് പറിച്ചുകൊണ്ട് പോയി വെക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു JCB വിളിക്കാം. എന്താണത് മുറിഞ്ഞു വരാത്ത? എന്ത് പാടാന്ന് നോക്കണം. ഈ തുണി പെട്ടെന്ന് മുറിഞ്ഞിട്ട് തുണിയുണ്ടോ ലെതർ. ഇങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്യണത്. കൊള്ളാട്ടത് വെച്ച് നമുക്ക് കുറെ ബിൽഡൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് മാക്സിമം നോക്കാം. എല്ലാം പൊളിച്ചെടുക്കാനും വയ്യ. ഇതെന്തത് തീരാത്ത? നമ്മുടെ സ്പേസ് ഇല്ല. അങ്ങനെ ഇരിക്കണം. തലോട്ടിയൊക്കെ എടുത്ത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡിലേക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ തലോട്ടി മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. തലോട്ടി വെക്കാം, വേറെ ഒന്നും വെക്കാൻ പറ്റില്ല ഗൈസ്. അതെന്ത് പരിപാടിയാണ്? തലോട്ടി എന്തിനാ ലെഫ്റ്റ് പിടിച്ചിട്ട്? ഇത് എന്താ ഇതിന്റെ യൂസ് എന്ന് എനിക്കറിയില്ല. ഇതെന്തായാലും കയ്യിലിരിക്കട്ടെ. ചെറിയ വെളിച്ചം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഇതിന്റെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ബെഞ്ചും കൂടി മുറിച്ചെടുക്കട്ടെ. ഗൈസ്, ഇതിന്ന് വെളിച്ചം കിട്ടുന്നുണ്ട്. തലോട്ടിന്ന് വെളിച്ചം കിട്ടും. ഇതിന്റെ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് പറിച്ചെടുക്കാം. എല്ലാം ഒന്ന് പറിച്ചെടുത്തേക്കാം ഗൈസ്. കൊറേ കഴിയണില്ലല്ലോ ദൈവമേ. ടാപ്പി വേണേ. ഇതും കൂടെ എടുത്തേക്കാം. എവിടെയുണ്ട് ഒരു ടോർച്ച്? ഇത് ഇവിടെ ഒരു ചെസ്റ്റ്. ഇവിടെ ഈ ചെസ്റ്റിൽ എന്തൊക്കെയോ ഉണ്ട്. എന്തോ ഒരു ടൂളും കൂടി ഉണ്ട്. അയ്യോ, എന്റെ തലോട്ടി. ഞാൻ വിചാരിച്ചത് പൊട്ടിപ്പോന്നു. തലോട്ടി നമുക്ക് ബേസിക് കൊണ്ടൊന്നും നമുക്ക് ഫ്രണ്ടിൽ തന്നെ വെക്കേണ്ടത് നമ്മുടെ തലോട്ടി. ഇതൊന്നും വെക്കാൻ പറ്റില്ല ലെഫ്റ്റ് ഹാൻഡിൽ. ഇപ്പൊ നമ്മളിത് എന്താ ചെയ്യാ? അവിടെ എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വരും. എനിക്ക് ഈ ഗെയിമിനെ പറ്റി കൂടുതൽ അറിയാത്തോണ്ട് എന്താണ് യൂസ്, എന്താണ് കളയേണ്ടതെന്ന് പോലും അറിയില്ല. നമുക്ക് എന്നാലും ഈ ബ്ലോക്ക് കളയാം. എന്നിട്ട് വുഡും ഈ സാധനങ്ങളൊക്കെ എടുക്കാം. ഇതൊക്കെ ആവശ്യം വരും തോന്നുന്നു, എനിക്ക് അറിയില്ല കേട്ടോ. എടുത്തേക്കാം. ഇത് ഇത് ബെഞ്ചോട്ടിലൊക്കെ ഒക്കെ പൊളിച്ചെടുത്ത്. അതൊന്നും പറ്റില്ല. അതൊന്നും കിട്ടല്ല കേട്ടോ. അത് എനിക്കറിയില്ല. വല്ല സിൽ ടച്ച് എന്തെങ്കിലും വേണമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബേസിലേക്ക് അങ്ങ് നടക്കാം. തലോട്ടി പിടിച്ച് ഓടണം നോക്കി. നൈസാട്ട സാധനം. ചെറിയ വെട്ടമുണ്ട്. നല്ല രസമാണ്. കൊള്ളാം. നല്ലൊരു നമുക്ക് സമയം പോണത് സത്യം പറഞ്ഞാൽ അറിയണില്ല കേട്ടോ. ഇപ്പൊ തന്നെ റെക്കോർഡിങ് തുടങ്ങിയിട്ട് അരമണിക്കൂർ ആയി. അരമണിക്കൂർ, 1 മണിക്കൂർ വേണ്ടായിട്ടോ. പിന്നെ നിങ്ങളെല്ലാ പോർഷൻസും ഞാൻ കാണിക്കില്ല. ചിലതൊക്കെ ഞാൻ കട്ട് ചെയ്യും. ബേസ് അങ്ങോട്ട് തന്നെ. എവിടെ എന്തോ ഉണ്ടല്ലോ. എന്താ ഞാൻ കാണണേ? എന്തൊരു നീല വെളിച്ചം. അത് നോക്കാൻ എൻ്റെ സമയമില്ല. രാത്രിയാണ്. മൃഗങ്ങൾ എന്തൊക്കെയാ വരാന്നൊന്നും പറയാൻ പറ്റില്ല. ചാവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമുക്ക് ചത്തണ്ടെങ്കിൽ ഐറ്റംസ് ഒക്കെ പോകുന്ന അങ്ങനെ എന്തോ. എന്നിട്ട് ഞാൻ വേൾഡ് തുടങ്ങിയപ്പോ എന്തോ ഉണ്ടായി. ഐറ്റംസ് പകുതി പോവാൻ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ ഈ അസ്ഥികൂടത്തിന്റെ ഈ തലോട്ടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമവും. എനിക്ക് വേണം. ഇത് ബേസിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ വരാം. എന്തോ നെതർ പോർട്ടലാന്ന് തോന്നുന്നു. ഇതിൽ ഞാൻ കണ്ടാണ്ടായി. നെതർ പോർട്ടലാന്ന് തോന്നുന്നുണ്ട്. കുറെ നേരം അതിൽ നടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ നിങ്ങളെ വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ ഗൈസ്, അപ്പോഴേ ഞാനാണെങ്കിൽ നമ്മുടെ സ്പൂണിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും തൽക്കാലം ഇതാണ് നമ്മുടെ വീട്. ഇവിടെ നമുക്ക് ഇന്ന് കൂടാം. നാളെ ചെറിയൊരു തട്ടിക്കോട്ട് വീടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യാമ്പിങ് ഏരിയ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ ഗൈസ്. കൊള്ളാട്ടത്. കളിച്ചങ്ങ് നിർത്താൻ പറ്റണില്ല. പക്ഷെ അരമണിക്കൂർ അങ്ങണ്ടായി. വീഡിയോ ഇനി എത്ര ലെങ്ത് കട്ട് ചെയ്യണം അത് കുറെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റണ പോലെ ആക്കണ്ടേ. ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണില്ല എന്ന് എനിക്കറിയാം. ബെഡ് ക്രാഫ്റ്റ്. ബെഡ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രാവിലെ ഒന്ന് സ്കിപ്പ് ചെയ്യാം. ശരി, രാത്രി ഒന്ന് സ്കിപ്പ് ചെയ്യാം. രാവിലെ ആവട്ടെ. മുറിച്ചപ്പുറം വെച്ചാലോ. ഇങ്ങനെ കിടക്കാൻ പറ്റുക ഗൈസ്. ഓക്കെ, കിടന്നു. രാവിലെ എന്താ ആവാത്ത? ഇത് രാവിലെ ആവാത്ത?
ഇതെന്തോ വേറെ എന്തൊക്കെയോ സോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രാഫ്റ്റ് ചെയ്യണം. കൊള്ളാലോ ഇത് 2 കയ്യിലും പിടിക്കാൻ പറ്റണ കത്തി. ഇത് കൊള്ളാം. നൈസ്. ഇത് വെച്ച് ജമ്പ് ചെയ്യാൻ പറ്റൂ. ഈ ജമ്പൊക്കെ ചെയ്യണ് വിഷയം. തീയൊക്കെ പാറുണ്ട്. കുറച്ച് വിഷയാണ്. ഇത് കൊള്ളാം. പിന്നെ ഇത് എന്റെ നെഞ്ചത്തുള്ള ഈ ഒരു മാന്ത്രിക കല്ലുണ്ട്. അതും തിളങ്ങണ്ട്. ഒരു ചുമപ്പ്. കൊള്ളാം. ഇനി രാത്രി കിടക്കാൻ പറ്റും. ഇതില് എത്ര 9 മണി 10 മണി എത്ര ആവണട്ടോ. നല്ല ടൈം. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. ഇനി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിർത്താൻ പറയണത് നല്ല രസമുണ്ട് രാവിലെയൊക്കെ. ഇത് ലോ സെറ്റിങ്സിൽ ഇത്ര, അപ്പൊ ഇനി ഹൈ സെറ്റിങ്സ് ഉണ്ട്. നൈസായിരിക്കും. പറ്റണവരെല്ലാരും കയറ്റി കളിക്കുക. നല്ല രസമാണ്. ഇത് കൊള്ളാം. പക്ഷെ ക്യാഷ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ആരോടും പറയാത്തത്. പക്ഷെ നല്ലൊരു ഗെയിമാണ്. ക്യാഷ് കൊടുത്ത് വാങ്ങിയാലും വർത്ത് ഇറ്റ് ആണ്. ഓക്കെ, എല്ലാവർക്കും ബൈ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം താഴെ വന്നോട്ടെ. ഞാൻ പറ്റണേനൊക്കെ റിപ്ലൈ തരാം. അപ്പം എല്ലാവർക്കും ബൈ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. രാത്രി 12 മണി 1 മണിക്ക് റെക്കോർഡ് ചെയ്ത എനിക്കൊരു ലൈക്ക് തരില്ലേ?